നന്ദൻ ഋഷിയെ കൊന്നുള്ള കാര്യം ദേവിയോട് അവൻ തന്നെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തന്നെയാ എന്റെ അഭിപ്രായം. കുടുംബത്തെ ഞാൻ പൊളിച്ചെടുക്കുമേ. ലക്ഷ്യം കണ്ടിട്ട് ഞാൻ അടങ്ങും. ഹലോ ഗൈസ്, അങ്ങനെ സുഗമോ ദേവി പുതിയ പ്രമോല് നമ്മുടെ ഋഷി വീണ്ടും വീണ്ടും ഇവരെ ഈ ഒരു ചന്ദ്രോത്ത് കുടുംബത്തെ താറുമാറാക്കാൻ, നമ്മുടെ നന്ദൻ ദേവിക ബന്ധം ഇല്ലാതാക്കാൻ സകല പ്ലാനും വീണ്ടും ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ അരുന്ധതി നമ്മുടെ ഋഷി ഫോണിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അരുന്ധതി ചോദ്യം ചെയ്യുമ്പോൾ ആ കുടുംബത്തെ ഞാൻ തകർത്തിരിക്കും അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷ ഇനി എന്താന്ന് വെച്ചാൽ നമ്മുടെ അരുന്ധതി ദേവികയുടെ അടുത്ത് പോയി സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവത്തിൽ ചെന്ന ഇസബെല്ലയോടും നമ്മുടെ കെവിനോടും പറയുന്നുണ്ട് നന്ദൻ ഋഷിനെ കൊന്ന കാര്യം ദേവികയുടെ അടുത്ത് പറഞ്ഞ കാര്യം കേട്ടോ. അപ്പൊ നമ്മുടെ ഇസബെല്ല ഒന്ന് ഞെട്ടി ആകെ പാടെ നിൽക്കുന്നുണ്ട്. കാരണം ദേവിക അറിഞ്ഞാൽ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ഇസബെല്ലയ്ക്കുണ്ട്. അപ്പുറത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പോട്ടെ അച്ഛ എന്ന് പറയുകയാണ്. അതിനർത്ഥം നമ്മുടെ നന്ദൻ ഉടനെ തന്നെ ജയിലിലാകും അല്ലെ. കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.